ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പകലുമായിട്ട് എടുത്ത വീഡിയോ ആണ്. ഞാൻ ബ്രെഡ് സമൂസൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിട്ട് അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. ഞാൻ ബ്രെഡ് സമൂസ ഉണ്ടാക്കിയിട്ട് ഒന്ന് ശരിയായിട്ടാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ടൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വെച്ച് ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിടുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അങ്ങനെ മസാലയൊക്കെ സെറ്റായി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ പൊടിച്ച് വെച്ചതും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് 5 മിനിറ്റ് ഇളക്കിയിട്ട് അവിടെ വെക്കണം. പിന്നെ ഇത് ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിന് എൻ്റെ പുറത്തേത്തെ അടുക്കള ഒന്ന് കാണിച്ചിരുന്നു. പുറത്തേത്ത അടുക്കളയൊന്നല്ല, ഇതുപോലൊരു അടുപ്പാണ്. അതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരണം, അവർക്ക് ഇഷ്ടം കൊണ്ടാണ് കാണാനില്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ശരിക്കും എടുത്തത്. ഇതെൻ്റെ മോന് കെട്ടിത്തന്നതാണ്. വെറുതെ ഓന് അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഞാൻ താഴെ 3 കല്ല് വെച്ചിട്ടാണ് അടുപ്പുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ കെട്ടിത്തന്നത്. മുകളിലൊരു ട്യൂബ് ലൈറ്റും കൂടി അവൻ വെച്ചെന്നിട്ടുണ്ട്. അങ്ങനെ ഈ അടുപ്പുണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാ പണികളൊക്കെ എടുക്കാൻ എളുപ്പമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിലത്ത് 3 കല്ല് വെച്ചിട്ടാണ് ഞങ്ങൾ പഴകും അങ്ങനത്തെ എല്ലാം പുഴുങ്ങാലൊക്കെ വെക്കൽ വലിയ ചെമ്പിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ബ്രെഡും കൂടി അങ്ങ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം നമ്മൾ അടുപ്പത്ത് തന്നെയാണ് എല്ലാക്കലുണ്ടായിന് അപ്പത്തിൻ്റെ പണിയൊക്കെ. ബാക്കിയെല്ലാം നമ്മൾ ഉള്ളുന്ന് ഗ്യാസ് മണ്ണാക്കും. പിന്നെ ഇപ്പം നമ്മൾ എല്ലാം ഗ്യാസ് മണ്ണ് തന്നെ ആക്കാമെന്നുള്ള ഒരു പ്ലാനിങ് റിച്ചായിട്ട് വന്നപ്പോഴത്തേനും ഗ്യാസിന് പ്രോബ്ലം വന്ന് ഗ്യാസ് കിട്ടാണ്ടൊക്കെ ആയി. അപ്പം നമ്മൾ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നല്ല പോലെ ഒന്ന് ആവി കയറണം കേട്ടോ. ആവി കയറിയിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്താൽ നമ്മൾ ബ്രെഡ് സമൂസക്കില്ല കൂട്ടുമ്പോൾ നല്ല പോലെ കിട്ടും. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഇതുപോലെ മൈദ മാവ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡ് എടുത്തിട്ട് ആ മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് അടി നല്ല പോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മളെ ആ ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിറച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ഭാഗമില്ലേ, ആ ഭാഗത്തും മൈദമാവ് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം താഴോട്ടൊന്ന് മടക്കിയാൽ നമ്മളെ ഷേപ്പ് കറക്റ്റായി. ഇതുപോലെ ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്തോ പോലെ ഒന്നുകൂടെ കാണിച്ചു തരാൻ വിചാരിച്ച്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചത്. പിന്നെ ബ്രെഡ് നല്ലപോലെ ആവി കയറിയിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോയും ഷേപ്പ് ആകാണ്ടൊക്കെ നിൽക്കും. നല്ല പോലെ ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. നിങ്ങൾ ആവി കയറ്റാത്തതുകൊണ്ടായിരിക്കും നിങ്ങളത് ശരിയാകാണ്ട് നിന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. പിന്നെ മൈദമാവിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. സ്പീഡിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 100 ബ്രെഡ് സമൂസ കൊടുക്കാനുള്ള ഓർഡറാണിത്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചാൽ നാളേക്ക് കട്ടയാകും ഞായറാഴ്ചത്തേക്ക്. അതുകൊണ്ടാണ് ശനിയാഴ്ച രാത്രി കുറച്ചുണ്ടാക്കി വെച്ചത്. അപ്പം കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ നല്ല എളുപ്പമാകും. മറ്റേ ചെയ്യില്ലാന്നെങ്കിൽ എല്ലാം ഒന്ന് ഇങ്ങനെ എന്താ പറയണ്ടത് അമർന്നിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറും. അതുകൊണ്ടാണ് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതെല്ലാം ഒന്ന് പാക്കറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ പണിയും നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ 2 മണിയായിട്ടുണ്ട്. 2 മണിക്ക് ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റിട്ട് അത്തായൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് അനിയത്തി ഇറച്ചിയട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു 100 ഇറച്ചിയടയുണ്ട്. അപ്പോൾ ഓള് വേഗം അതുണ്ടാക്കി. ഓക്കൊരു മരിച്ച വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ ഓള് ഉറങ്ങാണ്ട് ഓള് വേഗം ഓളെ പണിയെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ പണിയാണ്. ഞാൻ ഡ്യൂട്ടി കയറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ളത് കോണാണ്. അതും 100 തന്നെ വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗത വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളും തന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നത്. എൻ്റെ പേരിലും LB സ്നാക്സിൻ്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇനിയും നിങ്ങളുടെ സഹകരണം ഒരുപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് അതിന് പാക്കിങ് ചെയ്തതിനെ കുറിച്ചിട്ട്. അവർ പറയുന്നത് കുറേ ആൾക്കാർ ഈ ഫ്രീസറിൽ
ഓപ്പണാക്കി വെച്ചിട്ട് ഫ്രീസ് ആയതിന് ശേഷം ഐറ്റംസ് എടുത്തു വെക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ പാക്കിൽ ഒരേപോലെ അടുപ്പിച്ച് വെക്കുന്നതൊക്കെ കാണുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ അതിൽ കാണിക്കും പോലെ തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഓരോന്നും വെച്ചിട്ട് അതേപോലെ ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത്. അത് അട്ടിക്ക് ഒരുപാട് അട്ടിയൊന്നും വെക്കാൻ പാടില്ല. അട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അമർന്നു പോകും. കാരണം നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അപ്പം തന്നെ ഫ്രീസറിൽ കയറ്റിയിട്ട് അതൊന്ന് സെറ്റാകുമ്പോൾ അടുത്തത് അതിൻ്റെ മുകളിൽ വെച്ചാൽ ഒന്നും ആകില്ല. നമ്മൾ വലിയ ഫ്രീസറിൽ അങ്ങനെ തന്നെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് ഒരുപോലെ അങ്ങ് നിരത്തി വെച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചിക്കൻ റോളൊക്കെ ഒരു പാക്കറ്റിൽ 25 വെക്കും. പിന്നെ കട്ട്ലറ്റ് ഒരു പാക്കറ്റിൽ 16 വെക്കും. വീഡിയോയിൽ കാണും പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിലൊരു മായങ്ങളോ മറിമായങ്ങളോ ഒന്നുമില്ല. അതിലെങ്ങനെയാണോ ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അത് ഫ്രീസറിൽ അതേപോലെ വെച്ചാൽ ഒരു പ്രശ്നവും വരില്ല. പിന്നെ ഒരുപാട് അട്ടി വെക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. നമ്മളെ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കോണിനില്ലേ. പിന്നെ ഇതാ ഞാൻ മാവ് കുഴച്ചിട്ട് അതും ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കോണിന് പരത്താൻ വേണ്ടിയിട്ടില്ല. കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് വെളിച്ചക്കുറവ് കാണുന്നത്. അതാ പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ വേഗം മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടി മയോണീസിൻ്റെ റെസിപ്പി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കുറച്ച് വെളുത്തുള്ളിയും 2 മുട്ടയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു അടി അടിക്കും പിന്നെ ഓഫാക്കും, കുറച്ച് ഓയിലേക്കും, അങ്ങനെ തിക്കായി വരുന്നത് വരെ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം അടിച്ചെടുത്താൽ അത് ഫ്ലോപ്പായി പോകും, വെള്ളമായിട്ട് മാറും. അതുകൊണ്ട് നോക്കി ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഇതാ നല്ല മയോണീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതാ ഞാൻ മാവൊക്കെ ഒന്ന് പരത്തി ഒന്ന് എടുക്കുന്നുണ്ട് വേഗം. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന് നമ്മുടെ പത്തിരിക്കുള്ള അരി എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന്. അത് ഞാൻ പൊടിച്ചെടുക്കുന്നത് എനിക്കങ്ങനെ എന്ത് കാര്യത്തിനായാലും ഒരു അളവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് എങ്ങനെയാ തോന്നുന്ന പോലെയാണ് ഞാൻ ചെയ്യൽ. അപ്പം ഫ്ലോപ്പാകലൊന്നുമില്ല. ആ ഒരു വിശ്വാസം എന്നിലുള്ള ഒരു വിശ്വാസമില്ലേ, ആ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത്. ആര് ചോദിച്ചാലും എങ്ങനെയും പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല, എല്ലാം ചെയ്യും. അങ്ങനത്തെ ഒരു നിലപാടാണ്. ആര് ചോദിച്ചാലും ഇങ്ങനെയൊന്നും പറയുകയൊന്നും ചെയ്യൂല. അങ്ങനത്തെ ഒരു പ്രത്യേകതരം സൈക്കോന്ന് ഞാൻ. പിന്നെ അത് എങ്ങനെ പൊടിക്കലെന്ന് വെച്ചാൽ എനിക്കിവിടെ ഏതെല്ലാം അരിയാന്ന് എൻ്റെ അടുക്കില്ലത് അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ റേഷൻ അരി ആയിരിക്കും അതിൽ കൂടുതൽ ചേർക്കൽ. ഇപ്പം റേഷൻ അരി ഒരു 5 കിലോ ചേർക്കുന്നുണ്ടെങ്കിൽ ശിവരി ഒരു 3 കിലോ ചേർത്താൽ നല്ല പത്തിരിയാകും. അത് സാധാ നോർമൽ വാട്ടറിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ചൂടാനും പറ്റും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. എനിക്കങ്ങനെ അളവൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പൊടിച്ച് നോക്കിക്കോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഒന്ന് പരത്തി ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയിൽ മയോണീസും ടൊമാറ്റോ സോസും ഒക്കെ മിക്സ് ആക്കിയിട്ട് അതും ചേർത്തിട്ട് ഒന്ന് കൂട്ടിയെടുക്കുന്നുണ്ട്. പിന്നെയും കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് ഒരേ പോയിക്കൊണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. നമ്മളിവിടെ ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇതാ കണ്ടില്ലേ, ഇടയ്ക്ക് നല്ല വെളിച്ചമുണ്ടാവും, ഇടയ്ക്ക് വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അപ്പക്ക് കറണ്ട് വരുമ്പോഴത്തേന് എൻ്റെ എല്ലാതും മസാലയൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അതൊന്ന് സേമിയയിൽ മുക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ കമൻറ്റ്. നിങ്ങളിതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? മാഷാല്ലാന്ന്. മാഷാല്ലാ, അൽഹംദുലില്ലാ. ഞാൻ എവിടെ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ അടുക്കള എന്ന് പറയുന്ന ലോകത്തിലേക്ക് കയറി ഇത് എപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ 13ാമത്തെ വയസ്സിൽ, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അടുക്കള എന്ന ലോകത്തിലേക്ക് എൻ്റെ കാൽ ചുവട് വെച്ചത്. അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് ആ ടൈമിൽ ഞാൻ അടുക്കളയിലേക്ക് കയറിയതെങ്കിലും പിന്നീട് അതെനിക്കൊരു പാഷനായി മാറി. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ 13ാമത്തെ വയസ്സിലേക്ക് കയറിയതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നില്ലെങ്കിൽ മാത്രം അതിനുള്ള മറുപടി ഞാൻ പറയും. ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഓർഡർ കൊടുക്കാനുള്ള ഏകദേശമൊക്കെ ആയി. എനിക്ക് ക്യാരറ്റ് ഉംസ് ഉണ്ടാക്കണം, അതിന് മുട്ടയില്ല. അപ്പോൾ അനിയത്തി വരുമ്പോൾ മുട്ട വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവൾ വരുമ്പോഴേക്കും വേഗം ഞാൻ പോക്കറ്റ് ഷവർമ്മക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പള്ളിയിലെ ഇന്ന് പരിപാടിയുണ്ട്, നോമ്പ് തുറയുണ്ട്, സമൂഹ നോമ്പ് തുറ. അപ്പോൾ അതിനെ കൊടുക്കാൻ വേണ്ടി ഒരു 50 പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന്
മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്നൊരു താത്ത വിളിച്ചിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ആക്കലാന്ന്. അപ്പോൾ ഏതോ ലോങ് വീഡിയോ ഇട്ടതിൻ്റെ റെസിപ്പി വീഡിയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് ഇടുമോയെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായത്. എല്ലാ ഐറ്റംസും അവരുണ്ടാക്കി നോക്കലുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അവരോടോ നിങ്ങളോടോ ഒക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് പേര് ഈ തിരക്കിൻ്റെ ഇടയിൽ വിളിച്ചപ്പോഴൊന്നും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര തിരക്കിലും കാര്യത്തിലാണല്ലോ. നിങ്ങളോട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോണൊന്നും നോക്കിക്കൂടാന്ന്. ഞാൻ ആരെ കോൾ വന്നാലും അങ്ങനെ കോൾ എടുക്കാറില്ല, കുറവാന്ന്. പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിഷ്ടമല്ല ഫോൺ എടുക്കാൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പല കോളും ഒഴിവാക്കിയിട്ടുണ്ട്. അവരെന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് കോൾ എടുക്കാനോ അവരോട് സംസാരിക്കാനോ പറ്റാണ്ടുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തിരക്കൊന്നും ഉണ്ടാവില്ല, കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവർക്കും പിന്നെ ആരോ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും ഇതുപോലെ ഒന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ സെയിൽ ചെയ്യാൻ തോന്നിയത്, അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ആര് വിളിച്ചാലും ഇനി ഇൻഷാ അല്ലാഹ് സംസാരിക്കാനൊക്കെ ടൈം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ഞാൻ വേഗം ക്യാരറ്റ് ഹുംസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ആദ്യത്തേത് ഒഴിച്ചിട്ടുണ്ട്, രണ്ടാമത്തതും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ കച്ചറയൊക്കെ ഞാനൊന്ന് മാറ്റിക്കളയുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് പൊതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ സോപ്പൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയും ഇവിടെ പണിയുള്ളത് തന്നെ, എന്നാലും ഒന്ന് കാണാനൊന്ന് വൃത്തിക്ക് വേണ്ടിയിട്ട്, എന്നാലല്ലേ നമുക്ക് വീണ്ടും ഒന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഐറ്റംസൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. 2:30 മണിക്ക് വേണമെന്ന് പറഞ്ഞതാണ്. പിന്നെ ആ മരിച്ചത് അവർക്കും കൂടി ഉണ്ടായതുകൊണ്ട് അവരും അവിടെ പോയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഏകദേശം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ടിൽ ക്ലീനാക്കലാന്ന് കേട്ടോ, ഇനിയും പണിയുള്ളതുകൊണ്ട്. പിന്നെ ഇതാ ചിക്കൻ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുംസ് ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തത് അതിൽ തന്നെ വേഗം ഒന്ന് ഒഴിച്ചിട്ട് അതും സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് റെഡി ആയിട്ട് വേണം, ഈ 2 കുംസും റെഡി ആയിട്ട് വേണം ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ അപ്പോൾ ഫ്രൈ ചെയ്ത് പിന്നെ ഇതാ ക്യാബേജും ക്യാരറ്റൊക്കെ അനിയത്തി ഗ്രേറ്റ് ചെയ്തിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം 4 മണിക്കാണ് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ബോക്സിലാക്കിയിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ 2 ആളും കൊണ്ടു കൊടുക്കണം. അങ്ങനെ വേഗം എല്ലാം ബോക്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണെന്നൊക്കെ. പിന്നെ എനിക്കിത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല, കാണിച്ചു തരുന്നതുകൊണ്ട് അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഇങ്ങനെ എനിക്ക് ഇതിൽ പറഞ്ഞുതരാൻ പറ്റൂ. പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞുതരാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ എല്ലാവരും ഒന്ന് സഹകരിക്കുക, അത്രയേ പറയാനുള്ളൂ. പിന്നെ ഇതാ വേഗം വണ്ടിയിലൊന്ന് വെച്ചിട്ട് ഇത് വണ്ടി എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ 2 ആളും തന്നെയാണ് കൂടുതലും പോകൽ. അങ്ങനെ പോയിട്ട് ഇതാ ഉദിനൂർ എത്തുമ്പം തന്നെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ആദ്യം ഒരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പം തന്നെയാണ് രണ്ടാമതും ഗേറ്റ് അടച്ചത്. അപ്പോൾ തന്നെ അടുത്ത വണ്ടിയും വന്ന്. ഈ സമയമില്ല സമയത്തൊക്കെ ഗേറ്റ് അടക്കുമ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി. ഏകദേശം സമയമായി 4:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ. അങ്ങനെ ഇതാ അവരുടെ വീട്ടിലേക്ക്. ഈ സ്ഥലമൊക്കെ കാണുന്നവരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഇത് ഇവിടെ മണിയനോടി എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ അനിയത്തിക്കറിയാം. അപ്പോൾ ഓക്കെ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടി പറ്റും. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ അറിയാത്ത സ്ഥലത്തേക്കൊക്കെ വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇതാ അവരെ വീട്ടിലേക്ക് എത്തിയിട്ട് അവർക്ക് സാധനം കൈമാറിയിട്ടുണ്ട്. അവരങ്ങനെ നമുക്ക് ക്യാഷും കൈമാറി. അപ്പം നമുക്കും സന്തോഷമായി, അവർക്കും സന്തോഷമായി. പിന്നെ ഇതാ വന്നിട്ട് തൃക്കരിപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങേണ്ടതിന് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ട് അങ്ങനെ ഫ്രൂട്ട്സും വാങ്ങി പെട്രോളും അടിച്ച് ഒരു പോക്ക് പോയാൽ അങ്ങനെ വെറുതെ വരാനൊന്നും പറ്റില്ല. നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ വരുമ്പോൾക്ക് സമയം കറക്റ്റാണ് വീട്ടിലെത്തുമ്പോൾക്ക്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 5:30 മണിയായിട്ടുണ്ട്. ഇനി വേഗം ഇതാ വന്നിട്ട് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതൊക്കെ സെറ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ
പിന്നെ ചിക്കനൊക്കെ പൊടിച്ചെടുത്തിട്ട് അതും മയോണീസൊക്കെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേഗം ഒന്ന് പരത്തി എടുക്കലാന്ന്. പിന്നെ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ടാവും പള്ളിയിലേക്ക്, നമ്മളത് മാത്രമേ ബാക്കി ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഇതാ വേഗം ഒന്ന് മസാല ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതൊന്നും മുറിച്ചെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിന് കയ്യിൽ ഗ്ലൗസ് ഇടണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഗ്ലൗസ് ഇടുന്നതിനോട് ഒരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പണിയെടുക്കുമ്പോൾ 50 പ്രാവശ്യമെങ്കിലും ഞാൻ കൈ കഴുകും. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാവരുടെ കാര്യമല്ല. എനിക്ക് ഇത്തിരി വസ്വാസ് ലേശം കൂടുതലാണ്. കാരണം ഒരു ഇസ്കാലാണ്. അതുകൊണ്ട് കൈ 50 പ്രാവശ്യമെങ്കിലും ഒരു സാധനം തൊട്ടാൽ ഞാൻ കഴുകും. അതുകൊണ്ട് എനിക്ക് ഗ്ലൗസിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അതേപോലെ തന്നെ കൈ തോർത്തിക്കൊണ്ടും കഴുകിക്കൊണ്ടും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതുമാത്രമല്ല, പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നതും. അത് വേറൊരാൾക്കല്ലേ, അപ്പോൾ അത്ര വൃത്തി മതി എന്നൊരു നിലപാടിലല്ല ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും എൻ്റെ ഇതും പോലെ തന്നെ കണ്ടിട്ടാണ് അവർക്കും ഞാൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഗ്ലൗസ് ഇട്ടതിനെ കൊണ്ട് മാത്രം എല്ലാം ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ഗ്ലൗസ് ഇട്ടിട്ട് കൈ കഴുകാണ്ട് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ 50 പ്രാവശ്യം കൈ കഴുകിക്കൊണ്ടും ഗ്ലൗസ് ഇടാണ്ട് പണിയെടുക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ 2-3 ഷോപ്പ് കയറിയിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോൾ നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ഒപ്പിച്ച് എടുത്തിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നലത്തെ വീഡിയോ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.